പറയില്ലേ? എന്തപ്പോ പറയാ? അപ്പൊ അവര് മാറ്റും, അവരുടെ വാദത്തെ മാറ്റും. അവരാദ്യം പറഞ്ഞ വാദം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹിനോടേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ബാത്റൂമിലുള്ള ഒരാൾ മോട്ടർ ഇടുന്ന അള്ളാഹിനോട് പറയുന്നുണ്ട്, അല്ല പിന്നെ ആരോട് പറയുന്നുണ്ട്? ഉമ്മ ഒന്ന് മോട്ടർ ഇട്ടെ, അത് ശിർക്കാവോ? ഇല്ല. എന്തുകൊണ്ട്? അത് സാധാരണ കാര്യല്ലേ മോട്ടർ ഇടലും തക്കാളി വാങ്ങലൊക്കെ. അത് അള്ളാഹ് അല്ലാത്തവരോടും ചോദിക്കാം. അങ്ങനെ. അപ്പൊ നമുക്ക് കഴിയാത്ത കാര്യം അള്ളാഹിനോടേ ചോദിക്കാൻ പറ്റുള്ളൂ. അതെ, അങ്ങനെയാണെങ്കിൽ വലിയൊരു മരക്കഷ്ണം, വലിയ മരക്കഷ്ണം അത് വഴിയിൽ തടസ്സമായിട്ടുണ്ട്, വണ്ടിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. നമുക്ക് ആർക്കും അത് 10-20 ആളെടുത്താലും അത് നീക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു ആനനെ വിളിച്ചിട്ട് ഒന്ന് മാറ്റി എന്ന് പാപ്പാൻ പറഞ്ഞാൽ മനുഷ്യ കഴിവിൽ പെടാത്തൊരു കാര്യമല്ലേ? അത് ശിർക്കാവോ? ശിർക്കാവോ? ആവോ ഇല്ലയോ? അപ്പൊ ഒരു പറയും അത് മുമ്പിലുള്ള ആളോടല്ലേ, ആന മുമ്പിലുണ്ടല്ല, അത് പറയാം. മുമ്പിൽ കാണാത്തവരെ വിളിക്കരുത് എന്നാണ്. എന്റെ മുമ്പിൽ കാണാത്തവരെ വിളിച്ചാല് അവർ കേൾക്കൂല. ഉറപ്പോ? ഇനി മാറ്റരുത് കേട്ടോ, 2 ടൈം മാറ്റുന്നു, ഇനി മാറ്റരുത്. ഉറപ്പല്ലേ? ഓക്കെ. നമ്മൾ മുമ്പിൽ ഇപ്പൊ ആരും കാണുന്നില്ല. നമ്മളെ നന്മ തിന്മ എഴുതുന്ന റക്കീബ് അത്തീദ് എന്ന മലക്കിനെ പോലും കാണുന്നില്ല. അവരോട് ഒരാൾ പറയാൻ, റക്കീബ് അത്തീദ് ഈ എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടല്ലേ, നമ്മളെ കുറിച്ചിട്ട് ഫുള്ള് എഴുതുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കോ ഇല്ലയോ? പറഞ്ഞട്ടെ, കേൾക്കും പറഞ്ഞാൽ എന്റെ മുജാഹിദ് മതം പൊട്ടും, കേൾക്കൂല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇസ്ലാം ഉണ്ടാവും. പിന്നെ എന്തിനാ റക്കീബ് അത്തീദിനെ അള്ളാഹു നിശ്ചയിച്ചത്? അപ്പോഴാണ് ഒരു പറയല്, ഞാൻ കൂടുതൽ പഠിച്ചിട്ട് പറയാം. അതിന്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടില്ല.